വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ജൂലൈ 12-ാം തീയതി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ എക്സാം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻ ബി രാജാ കേശവദാസൻ. 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി റാം മോഹൻ റോയ്. നെക്സ്റ്റ്: ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? സൺ യാത്ത് സെൻ. കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 1851 ഔദ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ആരാണ്? 1851 ഔദ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ആരാണ്? ഓപ്ഷൻ ബി ഡൽഹൌസി പ്രഭു. നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം ഏതാണ്? നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി സ്വീഡൻ. മൗസിൻ റാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കുവാനുള്ള കാരണം തന്നിട്ടുള്ളവയിൽ ഏതാണ്? മൗസിൻ റാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കുവാനുള്ള കാരണം തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഓപ്ഷൻ സി കാസി കുന്നുകളുടെ സാന്നിധ്യം. ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങളിൽ ശരി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ തുണി മില്ലുകൾ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടോ? സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചോ? 1921 ശേഷമുണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിൽ എത്തിച്ചോ? ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി. അതും ശരിയാണ്. ഓപ്ഷൻ ഡി 1, 2, 3, 4. തന്നിരിക്കുന്ന നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക. ഓപ്ഷൻ എ കബനി, ഭവാനി, പാമ്പാർ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പട്ടിക ഏതെല്ലാമാണ്? ഭൗമാന്തര ഭാഗത്തു നിന്നുള്ള ശിലാദ്രവ്യത്തിൽ നിന്നും രൂപപ്പെട്ട ശില അവസാദശിലയാണ്. തെറ്റാണ്. ആഗ്നേയശിലയാണ്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസം ക്രമമായ താപനഷ്ട നിരക്കാണ്. അതുപോലെ ഭൂവൽക്കത്തെയും മാൻഡിലിനെയും വേർതിരിക്കുന്ന മേഖല ഏതാണ്? മൊഹന്നാസ് വിച്ഛിന്നതയാണ് അല്ലേ? അതും നമുക്ക് തന്നിരിക്കുന്ന തെറ്റായിരുന്നു. നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്രജലത്തിൻ്റെ സഞ്ചാരം സമുദ്രജല പ്രവാഹമാണ്. അപ്പോൾ ശരിയായ ആൻസർ ഏതൊക്കെയാണ്? 2ഉം 4ആണ്. ഓപ്ഷൻ ഡി 2ഉം 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ നൽകിയിട്ടുള്ളവയിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏതാ? ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏതാണ്? ഓപ്ഷൻ ഡി നൈട്രജൻ ആണ്. ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമല്ലാത്തത്. കാരണമായ വാതകങ്ങളൊക്കെയാണ് ഓസോൺ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ എന്നിവ. ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏതാണ്? റീസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു. 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. ശരിയാണ്. ബാരാമുള്ള, ശ്രീനഗർ, ഉധംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. 1315 മീറ്റർ നീളമുള്ള പാലത്തിൻ്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു. അതും ശരിയാണ്. ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരിയാണ്. നെക്സ്റ്റ്: ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആരാണ്? ഓപ്ഷൻ സി എം വിശ്വേശ്വരയ്യ. പ്രതിശീർഷ വരുമാനം എന്നത് പറഞ്ഞാൽ എന്താണ്? ദേശീയ വരുമാനം ബൈ ആകെ ജനസംഖ്യ. ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി ഏതാണ്? ഓപ്ഷൻ ഡി സർചാർജ് ആണ്. ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ് എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ എ 9-ാം പഞ്ചവത്സര പദ്ധതി. താഴെ പറയുന്നതിൽ ശരി ഏതാണ്?
വാഗുൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റ് ശരിയാണ്. ശിവരാമൻ കമ്മിറ്റി നേപ്പാളിൻ്റെ രൂപീകരണം ശരിയാണ്. കാർവേ കമ്മിറ്റി ഗ്രാമീണ ചെറുകിട വ്യവസായം. അപ്പോൾ 3 ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. യോഗക്ഷേമ മഹാമൃഹം എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ്? യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്, LIC. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A-യിൽ 51A-യിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തത് ഏതൊക്കെയാണ്? മൗലിക കടമയിൽ പെടാത്താണ് ചോദിച്ചിരിക്കുന്നത്. തൊഴിൽ കരം അടയ്ക്കുക എന്ന് പറയുന്നത് വരുന്നുണ്ടോ? അനാഥരായ കുട്ടികളെ സഹായിക്കുക വരുന്നില്ല. കുട്ടികളെ കൊണ്ട് അപകടകരമായ മേഖലകളിൽ പണിയെടുപ്പിക്കാതിരിക്കുക വരുന്നില്ല. വിദേശികളോട് നല്ല രീതിയിൽ പെരുമാറുന്നതൊന്നും എന്താണ് മൗലിക കടമയിൽ വരുന്നതല്ല. ഓപ്ഷൻ ബി ആണ് വരുന്നത്. എല്ലാം തെറ്റാണ് കേട്ടോ. നെക്സ്റ്റ് ചേരുംപടി ചേർക്കുക. ഭരണഘടനയുടെ 27-ാം വകുപ്പ്. ഭരണഘടനയുടെ 27-ാം വകുപ്പിൽ പറയുന്നത് എന്താണ്? മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഭരണഘടനയുടെ 18-ാം വകുപ്പ്. ഭരണഘടനയുടെ 18-ാം വകുപ്പിൽ പറയുന്നത് 18-ാം വകുപ്പിൽ എന്താണ് പറയുന്നത്? സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പാണ് 18-ാം വകുപ്പ്. ഭരണഘടനയുടെ 13-ാം വകുപ്പ് കോടതിയുടെ പുനരവലോകനാധികാരം. ഭരണഘടനയുടെ 226-ാം വകുപ്പ് ഹൈക്കോടതിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കുവാനുള്ള അധികാരം. ഓപ്ഷൻ ഡി 1, C, 2D, 3, 4B. ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഏതെങ്കിലും ഭൂപ്രദേശത്ത് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യൻ പൗരനാകും. ശരിയാണ്. ഒരു കുട്ടി വിദേശത്താണ് ജനിക്കുന്നതെങ്കിൽ പോലും ആ സമയത്ത് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. ഭരണഘടനയുടെ ഭാഗം 3-ൽ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. തെറ്റാണല്ലേ? ഏതാണ്? പാർട്ട് 2-ലാണ് 5 മുതൽ 11 വരെ പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഭാഗം 3 എന്താണ്? മൗലിക അവകാശങ്ങളെക്കുറിച്ച് അല്ലേ പറയുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിനാണ് പൗരത്വത്തെക്കുറിച്ച് നിയമം ഉണ്ടാക്കുവാൻ അധികാരമുള്ളത്. അതും ശരിയാണ്. അപ്പോൾ തെറ്റ് വന്നത് ഓപ്ഷൻ എ ആണല്ലേ. എ ആണ്. 3-ാമത്തെ പ്രസ്താവനയാണ് തെറ്റ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 86-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 86-ാം ഭേദഗതിയിലൂടെ 21A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു അല്ലേ? ശരിയാണല്ലോ. 2002-ലെ 86-ാം ഭേദഗതിയിലൂടെ 21A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു. അതിൽ എന്താ പറയുന്നത്? പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മൗലിക അവകാശമാക്കി മാറ്റി. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. നിർദ്ദേശക തത്വങ്ങളിൽ 45-ാം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി എന്ന് പറയുന്നത്. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി അല്ലേ, ABCD എന്നിവ ശരിയാണ്. നെക്സ്റ്റ് ചേരുംപടി ചേർക്കുക. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നത് വകുപ്പ് 280-ലാണ്, ആർട്ടിക്കിൾ 280-ലാണ്. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത് ഇതിലാണ്, വകുപ്പ് 324-ലാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഏതാണ് വരുന്നത്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വകുപ്പ് 148-ൽ പറയുന്നു. വകുപ്പ് 76-ലാണ് അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് എ ആണ്. 1D, 2C, 3A, 4B. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കേന്ദ്ര സംസ്ഥാന സംയുക്ത ലിസ്റ്റുകളിൽ പെടാത്ത വിഷയങ്ങളെയാണ് അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയുന്നത്. ശരിയാണ്. സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങളിൽ പെടുന്നുണ്ട്. അവശിഷ്ട അധികാരങ്ങളിൽ നിന്നും നിയമം നിർമ്മിക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും അധികാരമുണ്ട്. തെറ്റാണ്. അപ്പോൾ തെറ്റ് വരുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 3 ആണ് അല്ലേ. അവശിഷ്ട അധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. അതും ശരിയാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂളിലാണ് അല്ലേ, 7ാമത്തെ ഷെഡ്യൂളിലാണെന്ന് പറയുന്നത് ഈ 3 ലിസ്റ്റുകളെയും കുറിച്ച് പറയുന്നത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയെക്കുറിച്ചൊക്കെ പറയുന്നത്. അതിലൊന്നും ഉൾപ്പെടാത്ത വിഷയങ്ങളാണ് ഈ അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയുന്ന വിഷയത്തിൽ വരുന്നത്. ആർട്ടിക്കിൾ 248 പ്രകാരം പാർലമെൻറ്റാണ് ഈ വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കുന്നത്. പാർലമെൻറ്റാണ് അവശിഷ്ട അധികാരം എന്ന വിഷയങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നത്.
അപ്പോൾ ആർട്ടിക്കിൾ 248 പ്രകാരം പാർലമെൻറ്റാണ് ഈ വിഷയങ്ങളിൽ അവശിഷ്ട അധികാരങ്ങളിൽ നിയമം നിർമ്മിക്കുന്നതെന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ സൈബർ നിയമം, കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യ, ബഹിരാകാശ സാങ്കേതികവിദ്യ എന്നീ 3 വിഷയങ്ങളാണ് ഇതിൽ വരുന്നത് അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയുന്നതിൽ വരുന്നത്. കൂടുതലും ചോദിച്ചിട്ടുള്ളത് സൈബർ നിയമം, കമ്പ്യൂട്ടർ നിയമമൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. എവിടെയാണ്? അവശിഷ്ട അധികാരങ്ങളിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാർലമെൻ്ററി സമ്പ്രദായത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏതൊക്കെയാണ്? പാർലമെൻ്ററി സമ്പ്രദായത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. കൂട്ടുത്തരവാദിത്തം ശരിയാണ്. പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും നിയമനിർമ്മാണ സഭാംഗങ്ങളാണ്, അതും ശരിയാണ്. മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്യം ഉണ്ടായിരിക്കുകയില്ല എന്ന് പറയുന്നതാണ് തെറ്റായിട്ട് വരുന്നത്. പാർലമെൻ്ററി സമ്പ്രദായത്തിൽ യഥാർത്ഥ ഭരണാധികാരിയും നാമമാത്രമായ ഭരണാധികാരിയും ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. മൂന്നാമത്തെ പ്രസ്താവനയാണ് നമുക്ക് തെറ്റായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി, ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടി എടുക്കുന്നത്. നെക്സ്റ്റ്, കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതികൾ തൊടുപുഴ, വടകര എന്നിവിടങ്ങളിലാണ്, ശരിയാണ്. അവശ്യ വസ്തുക്കളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി തൃശ്ശൂരാണ്, ശരിയാണ്. നെയ്യാറ്റിൻകര, കൊട്ടാരക്കര എന്നിവിടങ്ങളിലാണ് അബ്കാരി കേസുകൾ മാത്രമുള്ള പ്രത്യേക കോടതികൾ പ്രവർത്തിക്കുന്നത്, ശരിയാണ്. ലോക് അദാലത്തിൽ തീർപ്പാക്കിയ കേസുകൾക്ക് തുടർന്ന് അപ്പീൽ പറ്റില്ല, അതും ശരിയാണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. 1, 2, 3, 4 ശരിയാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി ആരാണ്? KPSCയുടെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ സി ആണ് ഡോക്ടർ സിറിയക് തോമസ്. അപ്പോൾ ഗംഗാധരക്കുറുപ്പ്, KG അടിയോടി, സാവൻകുട്ടി TM ഒക്കെ എന്താണ് ചെയർമാൻ ആയിട്ടുള്ള വ്യക്തികളാണ് PSCയിലെ. നെക്സ്റ്റ്, ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ് FPTP സമ്പ്രദായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് താഴെ പറയുന്നതിൽ ആരെ തിരഞ്ഞെടുക്കുവാനാണ്? ഓപ്ഷൻ സി, സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനാണ് FPTP സമ്പ്രദായം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചത് തന്നിരിക്കുന്നതെന്നാണ് 1964 ഡിസംബർ 3 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്, തെറ്റാണ്. 1993 ഡിസംബർ 3 കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് കേരള ഗവർണറാണ്, ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നു. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമി ആയിരുന്നു, അതും ശരിയാണ്. അപ്പോൾ തെറ്റ് വന്നത് ഏതാണ്? ഓപ്ഷൻ ഏതാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ്, ഒന്നാമത്തെയാണല്ലേ തെറ്റ് വന്നത്. നെക്സ്റ്റ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലത്തിൽ എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ക്ലാസ് മുറികളാക്കുക, ശരിയാണ്. സംസ്ഥാനത്തെ 1000 സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക, അതും ശരിയാണ്. ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ഉൾപ്പെടെ വിദ്യാർത്ഥികളിൽ ആശയവിനിമയ ശേഷിയും ജീവിത നൈപുണ്യങ്ങളും വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നതും ശരിയാണ്. വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ 3 നേരം ഭക്ഷണം നൽകുക വരുന്നുണ്ടോ? തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി 4 തെറ്റ് വരുന്നത്. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളെ നാശത്തിന് കാരണമാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ സി, പാർക്കിൻസൺസ് രോഗം. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം ഏതാണ്? പാർക്കിൻസൺസ് രോഗം. ക്യാൻസർ മൂലമോ അതിൻ്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? ക്യാൻസർ മൂലമോ അതിൻ്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ എ ആണ് എറിത്രോപോയിറ്റിൻ. ഓപ്ഷൻ എ എറിത്രോപോയിറ്റിൻ. നെക്സ്റ്റ്, ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏതാണ്? ഓപ്ഷൻ ഡി ഗ്ലൂട്ടഫോർ. ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിൻ്റെ പ്രധാന തത്വം എന്താണ്? ടൈഫോയിഡ് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്. അതിൻ്റെ പ്രധാന തത്വം ഏതാണ്? ഓപ്ഷൻ ബി അഗ്ലൂട്ടിനേഷൻ.
നെക്സ്റ്റ് ഓപ്പറേഷൻ അമൃത് പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ അമൃത് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയൽ. നെക്സ്റ്റ് 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ്? 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ എ കൊല്ലം ആശ്രാമത്തെ കണ്ടൽ വനങ്ങൾ. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ക്രിസ്റ്റ്യൻ ഹൈജൻസ്. താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ്? താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഗുരുത്വാകർഷണ ബലം. കിലോവാട്ട് അവർ എന്നത് ഏത് ഭൗതിക അളവിൻ്റെ യൂണിറ്റാണ്? കിലോവാട്ട് അവർ എന്നത് ഏത് ഭൗതിക അളവിൻ്റെ യൂണിറ്റാണ്? ഓപ്ഷൻ സി ഊർജം. ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ 2 ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ISRO ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി സ്പാഡെക്സ് മിഷൻ. റുദർഫോർഡിൻ്റെ ആൽഫ കിരണ വിസരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണം ഏതാണ്? ഓപ്ഷൻ ബി സ്വർണ്ണത്തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും 180 ഡിഗ്രി വരെ വ്യതിചലിച്ചെന്ന് പറയുന്നതാണ് തെറ്റ്. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് സ്വർണ്ണത്തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും വ്യതിയാനമില്ലാതെ കടന്നുപോയി. വളരെ കുറച്ച് കണങ്ങൾ മാത്രമാണ് 180 ഡിഗ്രി വരെ വ്യതിചലിച്ചത്. ആൽഫ കണങ്ങളുടെ ഒരു ചെറിയ ഭാഗം ചെറിയ കോണുകളിൽ വ്യതിചലിച്ചിട്ടുണ്ടായിരുന്നു, അതും ശരിയാണ്. ആറ്റോമിക് സംഖ്യ 120 ഉള്ള മൂലകത്തിൻ്റെ IUPAC നാമം എന്താണ്? ആറ്റോമിക് സംഖ്യ 120 ഉള്ള മൂലകത്തിൻ്റെ IUPAC നാമം ഓപ്ഷൻ എ അൺബൈനിലിയം. താഴെ തന്നിരിക്കുന്നതിൽ അർദ്ധലോഹമല്ലാത്തത് ഏതാണ്? അർദ്ധലോഹം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി മെഗ്നീഷ്യം. സിലിക്കൺ, ജെർമേനിയം, ടെല്ലൂറിയം എന്ന് പറയുന്നതൊക്കെ എന്താണ്? അർദ്ധലോഹങ്ങൾ അല്ലെങ്കിൽ ഉപലോഹങ്ങളാണ്. ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥ ഏതാണ്? ജാൻ ടെല്ലർ മെറ്റൽ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഓണവുമായി ബന്ധപ്പെട്ട ശരിയായവ കണ്ടെത്തുക. പ്രാചീന തമിഴ് കൃതിയായ മധുരൈ കാഞ്ചിയിൽ ഓണത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്, ശരിയാണ്. തിരുവല്ല മേച്ചേരി ഇല്ലത്തു നിന്നും ലഭിച്ച സ്ഥാണു രവിയുടെ 17ാം ഭരണവർഷം രേഖപ്പെടുത്തിയ ഒരു ചെമ്പ് ലിഖിതത്തിൽ ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട്, അതും ശരിയാണ്. ഓപ്ഷൻ സി ആണ് പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ്? 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ്? ഓപ്ഷൻ ഡി ഗായത്രി സ്പിവാക്ക്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉദണ്ഡ ശാസ്ത്രികളുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉദണ്ഡ ശാസ്ത്രികളുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയാണ്? വസുമതി വിക്രമം എന്ന കൃതി രചിച്ചത് ഉദണ്ഡ ശാസ്ത്രികളാണ്, തെറ്റാണ്. കോകില സന്ദേശം എന്ന സന്ദേശ കാവ്യം രചിച്ചത് ഉദണ്ഡ ശാസ്ത്രികളാണ്, അത് ശരിയാണ്. അപ്പോൾ പ്രസ്താവന ബി ആണ്. പ്രസ്താവന 1 തെറ്റാണ് എന്നാൽ 2 ശരിയാണ്. ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 1 തെറ്റാണ് എന്നാൽ 2 ശരിയാണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്ന MS ധോണിയുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ICC വേൾഡ് കപ്പ്, 2020 വേൾഡ് കപ്പ്, ചാമ്പ്യൻസ് ട്രോഫി എന്നീ 3 മത്സരങ്ങളിലും വിജയം കൈവരിച്ച ആദ്യത്തെ ഇന്ത്യൻ ക്യാപ്റ്റനാണ്, ശരിയാണ്. തൻ്റെ കരിയറിൽ 200 ടെസ്റ്റ് മാച്ച് കളിച്ച ആദ്യത്തെ ഇന്ത്യൻ താരമെന്ന് പറഞ്ഞിട്ടുണ്ട്, തെറ്റാണ്. അപ്പോൾ പ്രസ്താവന 1 ശരിയാണ് എന്നാൽ 2 തെറ്റാണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. നെക്സ്റ്റ്, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. 1930കളിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്, ശരിയാണ്. വള്ളത്തോൾ നാരായണ മേനോൻ്റെ നേതൃത്വത്തിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്, ശരിയാണ്. അപ്പോൾ പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. നെക്സ്റ്റ്, മാത്സ് ആണ്. 51ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 51ൻ്റെ ആൻസർ 25. 52 ഓപ്ഷൻ എ 9/16. 53 ഒറ്റയാൻ ഏത്? ഓപ്ഷൻ സി 85. 54 5x + 15 അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 13. 55ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 6. 56ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 8.
ഒരു ഗോളത്തിൻ്റെ 57ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 90. പേരും മേൽവിലാസവും നൽകിയിരിക്കുന്നു. തുല്യമായത് ഏത്? ഓപ്ഷൻ 58 ഓപ്ഷൻ ഡി ആണ്. ഫിർസാന മുഹമ്മദ്, സാനിയ മൻസിൽ, വർണാസി. 59ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 50%. 60ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, മകൻ. നെക്സ്റ്റ് 61. താഴെ പറയുന്നവയിൽ ഒരു അഗ്നിശമനി പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ശരിയായ രീതി ഏതാണ്? ഓപ്ഷൻ എ പാസ്. ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന LPG ഇന്ധനത്തിൽ ഗന്ധം ലഭിക്കുന്നതിനായി ചേർക്കുന്ന കെമിക്കൽ ഏതാണ്? ഓപ്ഷൻ ബി ഈഥിൽ മെർകാപ്റ്റൻ. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധ ഏത് തരം അഗ്നിബാധയിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ഡി ക്ലാസ് ഡി ഫയർ. താഴെ പറയുന്നവയിൽ വായു സമ്പർക്കം ഒഴിവാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന മാർഗം ഏതാണ്? ഓപ്ഷൻ സി ബ്ലാങ്കറ്റിംഗ് ആൻഡ് സ്മോത്തറിംഗ്. താഴെ പറയുന്നവയിൽ ഏറ്റവും ഉയർന്ന ജ്വലന പരിധിയുള്ളത് ഏതിനാണ്? ഓപ്ഷൻ സി അസറ്റലിൻ. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൽ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കുമെന്ന് പ്രതിപാദിക്കുന്ന നിയമം ഏതാണ്? ഓപ്ഷൻ എ ബോയിൽസ് നിയമം. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ സി ഉൽപ്പതനം. താഴെ പറയുന്നതിൽ അഗ്നിശമന മാധ്യമം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി FM 500. ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി ഫ്രെഡറിക് എസ് മാർക്ക്. കുട്ടികളിൽ അസ്ഥി വളഞ്ഞ് ഒരു ഭാഗം മാത്രം ഒടിയുന്ന തരം അസ്ഥിഭംഗത്തെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. CPR എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്നാണ്? CPR എന്നതിൻ്റെ പൂർണ്ണ രൂപം ഓപ്ഷൻ ബി കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ. അമിത രക്തസ്രാവം മൂലം ജീവൻ അപകടത്തിലാകുമ്പോൾ പ്രയോഗിക്കുന്ന പ്രഥമ ശുശ്രൂഷ ഏതാണ്? ഓപ്ഷൻ എ ടൂർണിക്കൈ. നിരവധി ആളുകൾക്ക് പരിക്കേറ്റ് വൈദ്യസഹായം നൽകേണ്ട സാഹചര്യത്തിൽ പരിക്കേറ്റ ആളുകളെ തരംതിരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി ട്രയേജ്. മനുഷ്യൻ്റെ നിശ്വാസവായുവിൽ ഓക്സിജന്റെ അളവ് എത്രയാണ്? ഓപ്ഷൻ സി 17. AED ഏത് അവസ്ഥയിൽ ഉപയോഗിക്കുന്നു? AED ഓപ്ഷൻ എ ഹൃദയാഘാതം. പ്രഥമ ശുശ്രൂഷയിൽ ABC എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ഡി എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ. സ്പ്ലിൻ്റ് താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ അസ്ഥിഭംഗം. ഇന്ത്യയിൽ വിവരസാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2000. സാമ്പത്തിക കുറ്റത്തിനോ മറ്റു ദുരുദ്ദേശങ്ങൾക്കോ ക്രിമിനൽ ഉദ്ദേശത്തോടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് കടന്നു കയറുന്ന സൈബർ ക്രിമിനലിനെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ. മലയാളമാണ് നെക്സ്റ്റ്. ശരിയായ പദം ഏതാണ്? ഓപ്ഷൻ ബി ആച്ഛാദനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുതിര എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ സി അശ്മകം. ചുവപ്പ് എന്നതിന് സമാനമായ പദം ഏതാണ്? ഓപ്ഷൻ എ ലോഹിതം. താമസം എന്നതിൻ്റെ നാനാർത്ഥങ്ങളാണ്? ഓപ്ഷൻ എ പാമ്പ്, മൂങ്ങ, ഇരുട്ട്, തമോ ഗുണം. എതിർലിംഗം എഴുതുക. വിധവ, വിധുരൻ. ഓപ്ഷൻ സി വിധുരൻ. അജ്ഞന്മാർക്ക് അനുഷ്ഠാന കർമ്മങ്ങളുണ്ടോ? സമാനാർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഓപ്ഷൻ ഡി കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി. കാപ്പുകെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കാപ്പുകെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ ബി ഒരുങ്ങുക. പിരിച്ചെഴുതുക. വെണ്മ, വെണ്മ, വെള് പ്ലസ് മ, വെൾ പ്ലസ് മ, വെൾ പ്ലസ് മ, വെൾ പ്ലസ് മ. ഓപ്ഷൻ ഡി. ഒറ്റപ്പദം എഴുതുക. എളുപ്പത്തിൽ ചെയ്യാവുന്നത്, എളുപ്പത്തിൽ ചെയ്യാവുന്നത്. ഓപ്ഷൻ സി സുഖരം. അർത്ഥപൂർണവും യുക്തിസഹവുമായ വാക്യം നിർമ്മിക്കുക. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ദാരിദ്ര്യത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാരത ജനതയ്ക്ക് കൂട്ടായ അധ്വാനം കൊണ്ടേ കരകയറാൻ കഴിയുകയുള്ളൂ. നെക്സ്റ്റ് ഇംഗ്ലീഷാണ്. The assailant dashed several places before being apprehended by the police. Option B called at. I would rather you dash indoors. Option D didn't smoke. The word deposition in legal context means. Identify the option which is closest in meaning to the underlined word. Option C witness statement taken outside the court. I will finish the task in no time. Use the most appropriate question tag. Option A won't I.
The defense counsel was prevented dash submitting additional evidence dash the trial. Use the most suitable set of prepositions. Option A, from, during. Next, one word substitute for the killing of women and girls because of their gender. Option D, femicide. Complete the combination using the most suitable option. Option B, goose. Who is the അതെന്താണ് ബോർ സോ ജാൻഡർ ഗുസ് അങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ്, ഹു ഈസ് ഓർഗനൈസിങ് ദ ചാരിറ്റി ഇവൻറ്റ് ഫോർ ദ നെക്സ്റ്റ് വീക്ക്. ഓപ്ഷൻ ഡി, ബൈ whom is the charity event being organized for the next week. Their discussion always ended in disagreement. Pick out the antonym. ഡിസഗ്രിമെൻറ്റിൻ്റെ ആൻറ്റോണിയം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി, കോൺസെൻസസ്. Even though I was a beginner in this field, there had been my friend to show me the ropes. Identify the meaning of the underlined idiom. Option B, to teach or guide someone, especially in a new job.